നമസ്കാരം. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണയന്ത്രം എന്താണ് താളം തെറ്റിയാണോ ചലിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അതിന് കാരണം? ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണല്ലോ നമ്മുടെ ഭരിക്കുന്നത്. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞാൽ നല്ല തഴക്കവും പഴക്കവും വന്ന നല്ല കാര്യശേഷിയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഭരിക്കുന്നത്. പക്ഷെ അവർക്ക് പോലും കാര്യങ്ങൾ തെറ്റുന്നു, കൃത്യമായ രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്യുന്നില്ല, അവർ ഭയം നിൽക്കുന്നതിലെല്ലാം ക്രമക്കേട് നടക്കുന്നു, അല്ല തെറ്റ് സംഭവിക്കുന്നു. എന്തുകൊണ്ട്? ഇതിൻ്റെ കാരണഭൂതൻ ആരാണ്? കൃത്യമായിട്ട് നമുക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ. മുകളിലിരിക്കുന്ന കാരണഭൂതനായ ഭരണാധികാരിയുടെ കഴിവില്ലായ്മയും അദ്ദേഹത്തിൻ്റെ അശ്രദ്ധയും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നതും ഒക്കെ തന്നെയാണ് അതിന് കാരണം. കാരണം നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ഇപ്പോൾ നടക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം പ്രഖ്യാപിച്ചു. ആ CBI അന്വേഷണം മുഖ്യമന്ത്രി 9-ാം തീയതിയാണ് അതിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. എന്നിട്ട് 16-ാം തീയതി അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു. ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ CBI അന്വേഷണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് CBI ഓഫീസിലേക്ക് അയക്കുന്നത്. അങ്ങനെ അയക്കുന്ന കത്ത് യഥാർത്ഥത്തിൽ തെറ്റായ വഴിയിൽ കൂടിയാണ് കത്തയച്ചത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഉദ്യോഗസ്ഥന്മാർക്ക് എന്തുകൊണ്ട് തെറ്റുന്നു? ഇവരെല്ലാം നല്ല കാര്യശേഷിയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. ഇതിനു മുമ്പ് ഈ CBI അന്വേഷണം പ്രഖ്യാപിക്കുകയും അതിന് വിജ്ഞാനം പുറപ്പെടുവിക്കുകയും അതിന് നടപടിക്രമങ്ങൾ നടത്തുകയും ചെയ്ത് പരിചയമുള്ളവരാണ്. അങ്ങനെ പരിചയമില്ലാത്തവരാണെങ്കിൽ ശരി, ആയതുകൊണ്ട് നമുക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയാം. ഇത്തരത്തിലുള്ള ഈ നടപടിക്രമങ്ങൾ ആഭ്യന്തര മന്ത്രാലയ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് പോലും തെറ്റുന്നു എന്ന് പറയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കാരണഭൂതൻ മറ്റതാണ്. കാരണം നേരെ ചൊവ്വേ കാര്യങ്ങൾ നടത്താൻ അറിഞ്ഞുകൂടാതെ എല്ലാം താളം തെറ്റി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭരണ സംവിധാനങ്ങളെല്ലാം താളം തെറ്റി തന്നെയാണ് നടക്കുന്നത്. നമ്മുടെ എല്ലാ ഭരണ സംവിധാനങ്ങളും വളരെ നമ്മൾ അന്വേഷിച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും, നിങ്ങൾ ആഭ്യന്തര വകുപ്പ് മാത്രമല്ല, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ ഇറങ്ങി നോക്കൂ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അവരവരുടെ ഉദ്യോഗസ്ഥന്മാരെ കണ്ടു നോക്കൂ. അവർ ആത്മാർത്ഥതയുള്ളവരെ പറയും എല്ലാം താളം തെറ്റിയാണ് നടക്കുന്നത്, എല്ലാം ക്രമവിരുദ്ധമായിട്ടാണ് നടക്കുന്നത്, ഒന്നും നേരെ ചൊവ്വേ നടക്കുന്നില്ല എന്ന് പറയും. അത് കേരളത്തിലെ ഭരണത്തിന്റെ സംവിധാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. അങ്ങനെ ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കത്തയക്കുമ്പോൾ അതിനകത്ത് എല്ലാ നടപടിക്രമങ്ങളും നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ CBIക്ക് കത്ത് അയക്കുമ്പോൾ നിങ്ങൾ അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആവശ്യമുള്ള കത്ത് അയക്കുമ്പോൾ അതിനകത്തൊരു കൃത്യമായ പെർഫോമ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. ആ പെർഫോമ എന്ന് പറയുന്ന പെർഫോമയിൽ 8 കാര്യങ്ങളാണ് കൃത്യമായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ നാൾവഴികൾ, പിന്നെ മൊഴികൾ, പിന്നെ അതുപോലെ മറ്റു മഹസർ, അങ്ങനെ തുടങ്ങിയ 8 കാര്യങ്ങൾ ഈ കത്തിനോടൊപ്പം അറ്റാച്ച് ചെയ്യണം, അതിനോടൊപ്പം കൊടുക്കണം. പക്ഷെ അതും കൊടുത്തില്ല. അപ്പോൾ ഇത് അറിഞ്ഞുകൂടാത്ത കൊണ്ടാണോ? അപ്പോൾ ബോധപൂർവം ഇതിനെ വച്ച് നീട്ടിക്കാൻ വേണ്ടി നടന്ന ഒരു വളരെ ഗുരുതരമായ ഗൂഢാലോചന ഇതിന് പിന്നിലില്ലേ എന്ന് സംശയിക്കാതിരിക്കാനില്ല. എന്തായാലും ഇപ്പോൾ ഇത്രയും കാലമായിട്ടും മുഖ്യമന്ത്രി പറഞ്ഞിട്ടും ഈ CBI അന്വേഷണം നടക്കാത്തത് കൊണ്ട്, അതിൻ്റെ യാതൊരു ലക്ഷണവുമില്ലാത്തത് കൊണ്ട് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ജയപ്രകാശ് പ്രതിഷേധവുമായി മാധ്യമങ്ങളുടെ മുന്നിൽ വരികയും അദ്ദേഹം ഉടുതുണി ഉരിഞ്ഞുകൊണ്ട് തൻ്റെ മകനെ എങ്ങനെയാണോ ഈ SFI ഗുണ്ടകൾ കൊന്നത്, ഈ പരീക്ഷകൾ കൊന്നത്, ആ SFIക്കാർ കൊന്നതുപോലെ തന്നെ എൻ്റെ മകനെ തുണിയില്ലാതെ അവർ പീഡിപ്പിച്ചു കൊന്നതുപോലെ ഞാനും തുണിയില്ലാതെ മുഖ്യമന്ത്രിയുടെ വീട്ടിന് മുന്നിൽ സമരം നടത്തും എന്ന് പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രിക്കും തിരഞ്ഞെടുപ്പ് കാലം വന്നപ്പോൾ ആപ്പാടെ കൊണ്ടളവിയത്. അങ്ങനെയാണ് വീണ്ടും ഇത് സജീവമായത്. സ്പെഷ്യൽ പോലീസ് സെല്ലിലെ ഒരു DYSP ഈ രേഖകളെല്ലാം വെച്ചുകൊണ്ട് മുദ്ര വെച്ച കവറിൽ നേരെ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പറന്ന് ഡൽഹിയിൽ പേഴ്സണൽ മന്ത്രാലയത്തിന് ഇത് കത്ത് കൊടുത്തു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അവസാന നിമിഷമെങ്കിലും സർക്കാരിന് നേരെ ചൊവ്വേ പ്രവർത്തിക്കാൻ കഴിഞ്ഞല്ലോ. പക്ഷേ പ്രവർത്തിക്കണമെങ്കിൽ അപ്പോഴപ്പോൾ തലയിൽ 2 അടി കൊടുക്കണം. അങ്ങനെ തലയിൽ 2 അടി കിട്ടി ഒന്ന് ബോധം വരുമ്പോൾ മാത്രമാണ് കേരളത്തിലെ സർക്കാർ ഓരോ കാര്യവും ശരിയായി ചെയ്യുന്നത് എന്ന് കാണാം.